എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മോളുടെ സ്കൂളിൽ ഒരു ഇവൻറ്റിന് വേണ്ടി ഞാൻ കടന്നുപോയി. ആ ഇവൻറ്റിൻ്റെ പേര് ദ വാക്സ് മ്യൂസിയം ഡേ അങ്ങനെ ആയിരുന്നു. അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പിള്ളേരെല്ലാവരും, സ്കൂളിലെ എല്ലാ കുട്ടികളെയും ടീച്ചേഴ്സ് ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറായിട്ട് ഇങ്ങനെ അവരെ ഒരുക്കും. ചിലപ്പോൾ ഒരു സയൻറ്റിസ്റ്റായിട്ടോ ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ടോ ഒക്കെ ഇങ്ങനെ അവരെ ഒരുക്കിയിട്ട് വാക്സ് മ്യൂസിയത്തിൽ സ്റ്റാച്യൂകൾ എങ്ങനെ നിൽക്കുമോ അതുപോലെ ഈ പിള്ളേരെ നിർത്തിയിരിക്കുമായിരുന്നു. ആ സ്കൂളിൻ്റെ കോറിഡോർ മൊത്തം ഇങ്ങനെ അവരെ ഒരു പീഠത്തയിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് അവരിങ്ങനെ സ്റ്റാച്യു പോലെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മൾ പേരൻസൊക്കെ ഇങ്ങനെ വിസിറ്റേഴ്സൊക്കെ ഇങ്ങനെ പോയി എല്ലാവരും ഇങ്ങനെ നമ്മൾ കണ്ടു പോകും. ഇവരെ കാണുമ്പോഴേ ഇവരാരാണെന്ന് നമുക്കറിയാം, അതുപോലെ ഇവർ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ അവരാരാണെന്ന് അവരുടെ ആ പീഠത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരൊന്ന് പതുക്കി ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്താൽ ഈ പിള്ളേർ എന്നെ എടുക്കുന്നറിയോ, ഈ സ്റ്റാച്യു പോലെ ഇരിക്കുന്ന പിള്ളേർ പെട്ടെന്ന് ജീവൻ വരും. ജീവൻ വന്നിട്ട് ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇപ്പോഴാണ് ജനിച്ചത്, ഞാൻ ഇന്ന ദിവസമാണ് ജനിച്ചത്, ഞാൻ ഇന്നതൊക്കെയാണ് ഈ ലോകത്തിൽ ചെയ്തത്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന ദിവസം മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അവർ വീണ്ടും സ്റ്റാച്യു ആയിട്ട് അങ്ങ് നിൽക്കും. അപ്പം നല്ല രസമായിരുന്നു പിള്ളേരെ ഇങ്ങനെ ചെയ്യുന്ന കാണാൻ. പിള്ളേരൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് ടയേർഡാവും. എന്നാലും അവരങ്ങനെ അവരെ ഏൽപ്പിച്ച ആ ജോലി അവർ വൃത്തിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പാരൻസ് എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഓരോ പിള്ളേരും ഇങ്ങനെ ടച്ച് ചെയ്ത് അവരാരാന്നൊക്കെ അറിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ടൊരു കൊച്ചിനെ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനെ നോക്കിയപ്പോൾ അവനൊന്ന് യേശു ക്രിസ്തുവായിട്ട് ഒരുങ്ങി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം നേരാണോന്നറിയാൻ, യേശു ക്രിസ്തു തന്നെയാണോന്നറിയാൻ ഞാൻ അവൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ അവൻ്റെ പെഡസ്റ്റലിൽ എഴുതി വെച്ചേക്കുന്നു ജീസസ് ക്രൈസ്റ്റ്. അപ്പം ഞാൻ അവനെ ഒന്ന് ടച്ച് ചെയ്തു, ഇവൻ എന്താ പറയാനുള്ളതെന്നൊന്ന് കേൾക്കട്ടെ. അപ്പോൾ അവൻ പെട്ടെന്ന് ജീവൻ വന്നിട്ടോന് 2000 years ago on the day of Christmas I was born. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്മസിൻ്റെ അന്ന് December 25th ഞാൻ ജനിച്ചു. ഞാൻ ഈ ലോകത്തിൽ കുറേ സിക്കായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഹീൽ ചെയ്തു, പിന്നെ പല മരിച്ചവരെയൊക്കെ ഞാൻ ഉയർത്തി, ഇതെല്ലാം പറഞ്ഞു. ഒത്തിരി ആൾക്കാരെ ടീച്ച് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഓൺ ഗുഡ് ഫ്രൈഡേ ഐ ഡൈഡ്. ഗുഡ് ഫ്രൈഡേയുടെ അന്ന് ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെ അങ്ങ് സ്റ്റാച്യു ആയി. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്? അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? അവനിങ്ങനെ എന്നെ ഒരു നോട്ടം നോക്കി. അവൻ പറഞ്ഞു, ഓൺ ഗുഡ് ഫ്രൈഡേ ഐ ഡൈഡ് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ സ്റ്റാച്യു ആയിട്ട് നിന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആഫ്റ്റർ യു ഡൈഡ് വാട്ട് ഹാപ്പൻഡ്? അപ്പം അവനോർത്തു ഞാൻ അവൻ്റെ അടുത്ത് തമാശ കളിക്കുക, എന്തോ എന്നെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ചോദിക്കുക എന്നോർത്ത് അവനങ്ങ് ചിരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മോനെ ആരാ നിന്നെ ഈ ലൈൻസ് പഠിപ്പിച്ചു? അവൻ പറഞ്ഞു, ടീച്ചറാണ് പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞു, ടീച്ചർ ഇത്രേ പഠിപ്പിച്ചോളൂ, ഗുഡ് ഫ്രൈഡേ മരിച്ചുപോയി, അത് കഴിഞ്ഞിട്ടൊന്നും സംഭവിച്ചില്ല. അവൻ പറയുക, മരിച്ചു കഴിഞ്ഞിട്ട് എന്നാ സംഭവിക്കാനാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എല്ലാവരുടെയും സ്റ്റോറി മരണം കൊണ്ട് തീരുക, പക്ഷെ ജീസസിൻ്റെ സ്റ്റോറി മരണം കൊണ്ട് തീർന്നില്ല. ദ സ്റ്റോറി ഓഫ് ജീസസ് ഡിഡ് നോട്ട് സ്റ്റോപ്പ് വിത്ത് ഹിസ് ഡെത്ത്. ഞാൻ പറഞ്ഞു, ഗുഡ് ഫ്രൈഡേ കഴിഞ്ഞ ഓൺ ദ തേർഡ് ഡേ ജീസസ് റോസ് അഗൈൻ ഫ്രം ദ ഡെഡ്. അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് ഗുഡ് ഫ്രൈഡേ കഴിഞ്ഞ് മൂന്നാം ദിവസം ഈസ്റ്റർ എന്ന് പറയുന്നത് എന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൊച്ചു കണ്ണു പിടിച്ചു, ഈസ്റ്റർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈസ്റ്ററിന് ജീസസ് ഉയർത്തെഴുന്നേറ്റതാണോ, അതാണോ ഈസ്റ്റർ? ഞാൻ പറഞ്ഞു, അതാണ് ഈസ്റ്റർ. അപ്പോൾ എനിക്ക് പിടിയിട്ട് ഈ കുഞ്ഞ് മാത്രമല്ല, ഈ ലോകത്തിലെ 99% ആൾക്കാർക്കും ഗുഡ് ഫ്രൈഡേ എന്തുവാണെന്നൊക്കെ ഒരു ഏകദേശം പിടുത്തമുണ്ട്. പക്ഷേ ഈസ്റ്റർ, അതായത് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ദൈവം യേശു ആണെന്ന് മാത്രം കുറച്ചൊക്കെ അറിയാം ആൾക്കാർക്ക്. പക്ഷേ ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ആൾക്ക് ഗുഡ് ഫ്രൈഡേ എന്താണെന്ന് ചെറിയൊരു ബോധം കാരണം അവരുടെ കോളേജിലും സ്കൂളിലും അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തൊക്കെ അന്ന് ചിലപ്പോൾ ഒരു അവധിയൊക്കെ കിട്ടിയേക്കാം. പക്ഷേ ഈ ഈസ്റ്റർ ഒരു സൺഡേ ആയതുകൊണ്ട്, സാധാരണ സൺഡേ പോലെ എല്ലാ സൺഡേയിലും അവധി, ഈസ്റ്ററിൻ്റെ അന്ന് എന്തുവാ സംഭവിച്ചത്, എന്തുവാ ഈസ്റ്റർ അല്ലെ എന്തുവാ റിസറക്ഷൻ സൺഡേ എന്നുള്ളത് 99% ആൾക്കാർക്കും ഒരു അറിവില്ല. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ഒരു ബോധ്യം പലർക്കും ഇല്ല. ഈവൻ ക്രിസ്ത്യാനികൾക്ക് പോലും അതിനെക്കുറിച്ച് വലിയ ബോധ്യം ക്രിസ്ത്യാനി എന്ന പേരുള്ള പലർക്കും ഇല്ല. അങ്ങനത്തെ ഒരു ജീവിതമാണ് പലരും ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പിതാവാം ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സംസാരം, ഒരു പ്രാർത്ഥനയാണ് നമ്മളവിടെ വായിക്കുന്നത്. അതിൻ്റെ 4-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. സോ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന
പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലെ എല്ലാ വേർഷൻസിലും പറയുന്നത്, ഐ ഹാവ് ബ്രോട്ട് യു ഗ്ലോറി ഓൺ എർത്ത് ബൈ കംപ്ലീറ്റിംഗ് ദ വർക്ക് യു ഗേവ് മീ ടു ഡു. ഞാൻ നിനക്ക് മഹത്വം തന്നത് എങ്ങനെയാ? നീ എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്ത് തീർത്ത്, അങ്ങനെയാണ് നിനക്ക് ഞാൻ മഹത്വം തന്നത്, അങ്ങനെയാണ് നിൻ്റെ നാമത്തിനെ ഞാൻ മഹത്വപ്പെടുത്തിയത്, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ദൈവം, പിതാവാകുന്ന ദൈവം പുത്രനാകുന്ന ദൈവത്തോട് ഈ ലോകത്തിൽ ചെന്ന് കുറച്ച് പ്രവൃത്തികൾ ചെയ്ത് തീർക്കാൻ കൊടുത്തു. അതെന്തെന്നറിയോ? നീ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ കുഞ്ഞിൻ്റെ രൂപമെടുത്ത് പോണം, ജനിക്കണം, പാപമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കണം, അവിടുത്തെ എല്ലാ ദ ഹ്യൂമൻ റേസിൻ്റെ പാപത്തിൻ്റെ നുഖത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ആ വില നീ കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? നിൻ്റെ ജീവൻ വെച്ചിട്ട് നീ മരിക്കണം അവർക്ക് വേണ്ടി. അതിനുശേഷം മരണത്തെയും സാത്താനെയും തോൽപ്പിച്ച് 3-ാം നാൾ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. അപ്പം അപ്പൻ ചെയ്യാൻ കൊടുത്ത ഈ പ്രവർത്തികളെല്ലാം യേശു ചെയ്ത് തീർത്തു. മരിച്ചു, 3-ാം നാൾ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അങ്ങനെ പിതാവിന് എന്ത് ചെയ്തു? മഹത്വം കൊടുത്തു. പ്രിയ ദൈവമക്കളെ, ഈ കർത്താവ് തന്നെ നമ്മളോടും ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. പിതാവ് എന്നെ അയച്ചതുപോലെ. അപ്പം പിതാവ് അയച്ച പ്രവൃത്തി മുഴുവനും കർത്താവ് ചെയ്തു തീർത്തു. കർത്താവ് പറയാ, പിതാവ് എന്നെ അയച്ചതുപോലെ തന്നെ ഞാനും നിങ്ങളെ അയക്കുക. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മളെ അയച്ച പ്രവൃത്തി നമ്മൾ ചെയ്യാറുണ്ടോ? കർത്താവ് നമ്മളെ എന്ത് ചെയ്യാനാണ് ഈ ലോകത്തിലേക്ക് അയച്ചത്? അവൻ്റെ സ്നേഹം, അവനെക്കുറിച്ച് എല്ലാവരോടും പറയാനുള്ളത് നമ്മളത് ചെയ്യാറുണ്ടോ? പിതാവിന് മഹത്വം കർത്താവ് വരുത്തിയത് എങ്ങനെയാണ്? പിതാവ് ചെയ്യാൻ കൊടുത്ത പ്രവൃത്തികളെല്ലാം ചെയ്തു തീർത്ത് നമ്മളെ ഏൽപ്പിച്ച പ്രവൃത്തികൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കുക. അതുകൊണ്ട് ഈ ഒരു ഗുഡ് ഫ്രൈഡേ, ഈ ഒരു ഈസ്റ്റർ, ഈ ഒരു വീക്കെൻഡിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. കർത്താവേ, നീ ആരാണെന്നും നീ എനിക്ക് വേണ്ടി ചെയ്തത് എൻ്റെ അനുഭവം എന്താണെന്നും എല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ നെയ്ബേഴ്സിനോടും എനിക്ക് അവസരം ലഭിക്കുന്നിടത്തെല്ലാം ഞാൻ പറയും. ആ ഒരു തീരുമാനം എടുക്കാം. അങ്ങനെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച പ്രവൃത്തി നമ്മൾ ചെയ്ത് തീർത്താൽ നമ്മളും കർത്താവ് പിതാവിന് മഹത്വം കൊടുത്തതുപോലെ തന്നെ നമ്മളും കർത്താവിന് മഹത്വം ഈ ലോകത്തിൽ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ്.